ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഏറ്റവും മെയിനായിട്ട് നമുക്കുള്ളത് ഫ്രീഡം ആണ്. അപ്പോൾ ഫ്രീഡത്തെക്കുറിച്ച് തന്നെയാണ് ഞാനിന്ന് പറയുന്നത്. ഫ്രീഡം എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പേര് പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബിസിനസ്സുകൾ ചെയ്യണം, ഏതൊക്കെ ബിസിനസ്സുകളാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത്, ഇതെല്ലാം പരിചയപ്പെടുന്ന ഒരു അടിപൊളി ആപ്പാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് പറയുന്നത് കൃഷിയാണെങ്കിലും, കൃഷി എന്ന് പറയുമ്പോൾ പലതരം കൃഷികളുണ്ട്, പച്ചക്കറി ഉണ്ട്, അതുപോലെ ഫ്രൂട്ട്സ് എന്താണെങ്കിലും, അതുപോലെ തന്നെ കന്നുകാലി വളർത്തലായിക്കോട്ടെ, തേനീച്ച വളർത്തലായിക്കോട്ടെ, അങ്ങനെ എന്തിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച്, അതുപോലെ അല്ല നമുക്ക് റെസ്റ്റോറൻ്റാണ് തുടങ്ങേണ്ടത്, മറ്റൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എന്തിനെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് വളരെ പ്രഗത്ഭരായിട്ടുള്ള മെൻറ്റേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, അതെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിന് മെയിനായിട്ട് വേണ്ടത് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ ബിസിനസ്സിലും എത്ര ക്യാപിറ്റൽ വേണം, അതുപോലെ തന്നെ നമുക്കിതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ധനസഹായങ്ങളാണ് ലഭിക്കുന്നത്, ഇതെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓരോരുത്തരും നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്താകുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും തരുന്നുണ്ട്. അങ്ങനെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഫ്രീഡം ആപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ തന്നെ നമുക്ക് ഈ ഫ്രീഡം ആപ്പിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 കോടിയിലധികം കസ്റ്റമേഴ്സ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴ് കന്നഡ അങ്ങനെ 6 ലാംഗ്വേജ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ 1 കോടിയിലധികം ആൾക്കാർ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും സംഭവങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ബിസിനസ്സിലൂടെ എന്തെങ്കിലും കരകൗശല വസ്തുക്കളാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് നമുക്കതിൽ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോം ഇവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഫ്രീഡം ആപ്പ് ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ.